മുംബൈ വീണ്ടും അധോലോകമായി മാറുകയാണോ? ആശങ്കപ്പെടുത്തുന്നതാണ് മുംബൈ നഗരത്തിൽ കുറച്ചു നാളുകളായി അരങ്ങേറുന്ന സംഭവവികാസങ്ങൾ. ആ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഏറ്റവും ഒടുവിലായി സെയ്ഫ് അലി ഖാന് നേരെയുണ്ടായ ആക്രമണം. ബോളിവുഡ് നടന്മാർക്ക് നേരെ നിരന്തരം ആക്രമണങ്ങളും കൊലപാതക ശ്രമങ്ങളും നടക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് സെയ്ഫ് അലി ഖാൻ. ഇനിയും ആരൊക്കെ ആക്രമിക്കപ്പെടുമെന്ന ഭീതിയും ബോളിവുഡിനുണ്ട്. സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ ആക്രമണം നടത്തിയ പ്രതി ഷാറൂഖ് ഖാന്റെ വീടിനു മുന്നിലുമെത്തി പരിശോധിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു. 14-ാം തീയതിയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയുടെ അതേ രൂപസാദൃശ്യമുള്ളയാൾ ഷാറൂഖ് ഖാന്റെ വസതിക്കരികിലുള്ള ഒരു മതിലിൽ ഏണിവെച്ച് ചാരി പരിശോധന നടത്തുന്നതായി കാണുന്നത്. ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏകദേശം കഴിഞ്ഞ വർഷം മാർച്ചോടുകൂടിയാണ് ബോളിവുഡ് ഇത്തരം ആക്രമണ പരമ്പരകൾക്ക് തുടക്കമിടുന്നത്. ആദ്യം തന്നെ പണം നൽകിയില്ലെങ്കിൽ സൽമാൻ ഖാനും കുടുംബവും ആക്രമിക്കപ്പെടുമെന്ന തരത്തിൽ സൽമാൻ ഖാന്റെ പിതാവിനൊരു കത്ത് ലഭിക്കുകയും ഇരുവരും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു. സൽമാൻ ഖാന്റെ വീടിനുള്ളിലേക്ക് ബിഷ്ണോയി സംഘം നടത്തിയ വെടിവയ്പും ആരാധകരെയും മുംബൈ നഗരത്തെയും ഞെട്ടിപ്പിച്ചതാണ്. ആളുകളെ ബന്ദികളാക്കി മോചനദ്രവ്യം ആവശ്യപ്പെടുന്നത് അധോലോകത്തിന്റെ പതിവ് രീതിയാണ്. ബോളിവുഡ് നടന്മാർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളുടെ സ്വഭാവം പരിശോധിക്കുമ്പോൾ അതിന് അധോലോകത്തിന്റെ രീതികളോട് സാമ്യമുള്ളതായി കാണാം. വീട്ടിൽ നടന്ന കേവലമായ മോഷണ ശ്രമത്തിനിടയിലുണ്ടായ ആക്രമണമല്ല സെയ്ഫ് അലി ഖാന് നേരെയുണ്ടായതെന്ന സംശയം ശക്തിപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന്റെ മുറിവിന്റെ തീവ്രത. മാത്രമല്ല, വീട്ടിൽ കയറിയ അക്രമികൾ ബന്ദികളാക്കാൻ ശ്രമിക്കുകയും 1 കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് സെയ്ഫിന്റെ കുട്ടികളുടെ കെയർടേക്കറായ ഏലിയാമ്മ പറയുന്നു. മാത്രമല്ല, അത്രമാത്രം സുരക്ഷാ സംവിധാനങ്ങളുള്ള വീടിനുള്ളിലേക്ക് എങ്ങനെ പ്രതികൾക്ക് കടക്കാൻ കഴിഞ്ഞു എന്നത് ദുരൂഹമാണ്. ബോളിവുഡ് താരങ്ങളുടെ താമസകേന്ദ്രമായ അതീവ സുരക്ഷയുള്ള ബാന്ദ്ര നഗരത്തിൽ ഒതുങ്ങുന്നതല്ല ഇത്തരം ആക്രമണങ്ങൾ. മുംബൈയിലെ രാഷ്ട്രീയ നേതാക്കളും നിരന്തരം ആക്രമിക്കപ്പെടുന്നുണ്ട്. ബാബ സിദ്ദിഖ് കൊല്ലപ്പെട്ടതിനു ശേഷം മുംബൈ നഗരത്തിലെ പ്രധാനപ്പെട്ട മറ്റ് രാഷ്ട്രീയ നേതാക്കളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ബോളിവുഡിലെ അതീവ സുരക്ഷയുള്ള 2 വിഭാഗങ്ങളാണ് രാഷ്ട്രീയ നേതാക്കളും ബോളിവുഡ് താരങ്ങളും. അവർക്കു നേരെയാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ബന്ദികളാക്കി മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന മുംബൈ അധോലോകത്തിന്റെ പഴയ രീതികളാണ് അക്രമികൾ പിന്തുടരുന്നതെന്നത് മുംബൈ വീണ്ടും അധോലോകമായി മാറുകയാണോ എന്ന ഭീഷണി ഉയർത്തുന്നുണ്ട്. മുംബൈ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള നേതാക്കൾ തന്നെ ഈ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. ആക്രമണങ്ങളെ തുടർന്ന് സൽമാൻ ഖാൻ തന്റെ വീട്ടിലെ ജനാലകൾ ബുള്ളറ്റ് പ്രൂഫാക്കി. അത്രമാത്രം സുരക്ഷിതമല്ല അവരുടെ അവസ്ഥയെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ് സൽമാൻ ഖാനെ എവിടെ വെച്ചായാലും കൊലപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷയുള്ള ബോളിവുഡ് താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താകുമെന്നതാണ് മുംബൈ നിവാസികളുടെ ആശങ്ക. അധോലോകത്തിന്റെ പഴയ കാലം തിരിച്ചു വരികയാണോ എന്നുള്ള ചോദ്യമാണ് മുംബൈ നിവാസികളിൽ നിന്ന് ഉയരുന്നത്.